ഇന്നത്തെ എൻ്റെ റെസിപ്പി ഞാൻ ചിക്കനും ബ്രോക്കോളിയും വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാമിനടുത്തുണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഈ ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എടുത്തിരിക്കുന്ന ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബ്രോക്കോളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ആയോ നോക്കാം. ഇപ്പോൾ ചിക്കനിൽ ഏകദേശം വെന്തിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഈ വെള്ളമുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കണം. നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഈ ചിക്കൻ ഏകദേശം ആയി. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി നേരം ഒന്നും വേണ്ട, ഒരു കുറച്ച് സമയം ഇരുത്തി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കത് ഇളക്കി കൊടുക്കാം. നമ്മളിത് ഒത്തിരി നേരം ഇട്ട് ഫ്രൈ ചെയ്യുന്നില്ല. നമ്മളൊരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കൊരു വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ആഡ് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ എടുക്കുന്നത് ആ ചിക്കൻ വേവിച്ച വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, അതായത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ബ്രോക്കോളി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇഷ്ടത്തിനിടാം. അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി വേണ്ടാത്തവർക്ക് ഒത്തിരി ആഡ് ചെയ്യേണ്ട. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്തിരി തീ കൂട്ടി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പെട്രസീലിയാണ് ആഡ് ചെയ്യുന്നത്.
ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കനും ബ്രോക്കോളിയുള്ള റെസിപ്പി റെഡിയായി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒന്ന് ഡെക്കറേറ്റോട് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ബ്രോക്കോളിയുള്ള റെസിപ്പി റെഡിയായി. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. വീണ്ടും പുതിയ റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.